അങ്ങനെ ഒടുവിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ നെയ്മർ വേൾഡ് കപ്പിന്റെ സ്ക്വാഡിലെത്തി. അൻസലോട്ടി നെയ്മറിനെ ആഡ് ചെയ്തു, പരിഗണിക്കപ്പെട്ടു. അതിനുശേഷം അപ്പം തന്നെ ഒരു ഇഞ്ചുറി വരെയാണ് നെയ്മറിന്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ടുള്ള സാന്റോസിന്റെ മാച്ചിൽ നെയ്മർ സൈഡ് ലൈനിലായിരുന്നു. നെയ്മർ കളിക്കളത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതാണ് ആ ഒരു വാർത്തയാണ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നെയ്മറിന്റെ ഹൈ പ്രൊഫൈൽ വളരെ കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്തതാണ്. മെയ് 21, 2025 തന്നെയാണ് ആ ഒരു ഇഞ്ചുറി നോട്ട് ചെയ്തിട്ടുള്ളത്. കാഫ് ഇഞ്ചുറിയാണ് നെയ്മറിന്. പക്ഷേ റിട്ടേൺ ഡേറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയാണ്. അങ്ങനെ പറയുമ്പോൾ 7 ദിവസം മുതൽ 14 ദിവസത്തിനുള്ളിൽ നെയ്മർ റിക്കവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പീരീഡിൽ നെയ്മർ റിക്കവറി ചെയ്യാനുള്ള സാധ്യത വളരെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെയ്മറിനെ വേൾഡ് കപ്പിന് മുന്നേ നടക്കാൻ പോകുന്ന പനാമുമായിട്ടും ഈജിപ്തുമായിട്ടുമുള്ള ഫ്രണ്ട്ലി മാച്ചിൽ നെയ്മറിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെയ്മറിന് വേൾഡ് കപ്പിൽ ഒരുപാട് മത്സരങ്ങളൊന്നും നഷ്ടപ്പെടില്ല. തീർച്ചയായിട്ടും നെയ്മർ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ റിക്കവറി ആയിട്ട് തിരികെ വരുമെന്നുള്ളത് ഉറപ്പാണ്. ചെറിയ ഒരു ഇഞ്ചുറി മാത്രമാണ്. പിന്നെ എന്തുകൊണ്ട് നെയ്മർ സാന്റോസിൽ കളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. അപ്പം അതിനായിട്ടുള്ള ഒരു പ്രിക്കോഷൻ നെയ്മർ തൻ്റെ ശരീരത്തിൽ എടുത്തതാണ്. അല്ലാതെ വലിയൊരു ഇഞ്ചുറികളൊന്നുമില്ല, സ്മോൾ ഇഞ്ചുറി ആണ്. തീർച്ചയായിട്ടും നെയ്മർ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ കളത്തിലേക്ക് ഉണ്ടാവും. ബ്രസീൽ vs പനാമ മത്സരത്തിൽ തന്നെ നെയ്മർ കളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ശ്രമിക്കുന്നു. സ്കോറേഴ്സ് മൈൻ.